ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹെയർ ബോ മേക്കിംഗ് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഈ ഒരു കിറ്റ് വെച്ചിട്ട് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്ലാസ്റ്റിക് ബോയിൽ എങ്ങനെയാണ് ഗ്രോസ് ഗ്രെയിൻ റിബൺ വെച്ചിട്ട് ഹെയർ ബോ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കിട്ടും. അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ വില വന്നിട്ട് 250 രൂപയാണ്, ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 10 ഹെയർ ബോ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കിത് കണ്ടിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ചുരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഭയങ്കര ഈസി ആയിട്ട് കുറച്ച് പെറ്റൽസ് മേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് പെറ്റൽസ് ഇതിന് വേണ്ടി വരും, കാരണം കുറച്ച് വലിയ ഫ്ലവറാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത്. ഒറ്റ ഫ്ലവറാണ് കേട്ടോ വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ടാണ് ഈ ഒരു ഇത് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കളർ കോമ്പിനേഷനിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാറ്റൻ റിബൺ വെച്ചിട്ട്, ഓർഗൻസ വെച്ചിട്ടും ഉള്ളതൊക്കെ, ഹെയർ ബോയും അലിഗേറ്റർ ക്ലിപ്പും അതുപോലെ തന്നെ ടിക് ടാക് സ്ലൈഡ്, അങ്ങനെ കുറേ വീഡിയോസ് കേട്ടോ. ഹെയർ ആക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെയർ ആക്സസറീസ് ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് ഇൻഡിവിജ്വലായിട്ട് ക്ലാസ്സുകൾ എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം പലരും പല ടൈമും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞുവാവകളും ഒക്കെയുള്ള ആൾക്കാരാണ് കേട്ടോ കൂടുതലും. അപ്പോൾ അവർക്ക് ഇപ്പോൾ പറ്റുന്ന ടൈം നോക്കിയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹെയർ ആക്സസറീസിൻ്റെ മേക്കിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ 500 രൂപയാണ് കോഴ്സിൻ്റെ റേറ്റ് വരുന്നത്. 1 മാസത്തെ ക്ലാസ്സാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇനി ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ വാട്സപ്പ് വഴി ഇൻഡിവിജ്വൽ ക്ലാസ്സുകളാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ചേരാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയ് 1 മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ കുറേ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ, ഇനി ചേരാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യം. ഇനി വേണമെങ്കിലും ചേരാം കേട്ടോ. നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഫ്ലവർ ഇതുപോലെ നമ്മൾ കുറേ പെറ്റൽസ് മേക്ക് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കോർത്ത് കൊടുക്കുന്നുണ്ട്. എത്ര വലിയ ഫ്ലവറാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും പെറ്റൽസ് എടുക്കുക കേട്ടോ. ഇനി 2 ഫ്ലവർ ആക്കിയിട്ടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയും കുറച്ച് പെറ്റൽസ് എടുത്തിട്ട് കുഞ്ഞു ഫ്ലവർ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ഇതേ ഫ്ലവർ തന്നെ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലോട്ടോ ടിക് ടാക് സ്ലൈഡിലോട്ടോ അല്ലെങ്കിൽ ഹെയർ ബണ്ണിലോട്ടോ ചെയ്ത് കൊടുക്കാം. ടിക് ടാക് സ്ലൈഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് ഫ്ലവർ എടുക്കുക കേട്ടോ. കുഞ്ഞൻ ഫ്ലവേഴ്സ് ആക്കിയാലും മതി. ഇപ്പോൾ 1/2 ഇഞ്ചിൻ്റെ റിബൺസൊക്കെ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഹെയർ ബോയിലോ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിലും ഹെയർ ബണ്ണിലും ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. കുറച്ച് റിച്ച് ലുക്കിലുള്ള ഫ്ലവേഴ്സാണിത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിപ്സോ പോളനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്റ്റോൺസോ ലീഫോ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു മെത്തേഡ് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കുറേ പേർക്ക് ഡൗട്ടുണ്ട്, നമുക്ക് ഈ ഒരു കിറ്റ് വാങ്ങിച്ചാൽ ഏത് ടൈപ്പാണ് ചെയ്യാൻ പറ്റുന്നത്, ഉപയോഗപ്പെടുമോ എന്നൊക്കെ ഉള്ള കുറേ ഡൗട്ട്സുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ആയിട്ടും കൂടി ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ കിറ്റുകൾ ഇടുമ്പോഴത്തേക്കും കമൻറ്റ് ചോദിക്കാറുണ്ട്, ഇത് വെച്ചിട്ട് ഹെയർ ബോ ചെയ്യുന്ന വീഡിയോസും കൂടെ ചെയ്യാവൂ എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ ഓർഗൻസ റിബൺ വെച്ചിട്ടുള്ള കിറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കിറ്റ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ പ്രോഡക്റ്റുകൾ മേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെയർ ആക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പാവുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന ഐറ്റംസ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു സെറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ കണക്ക് നമുക്ക് 3 അടുക്കാണ് വേണ്ടത്. കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വലിയ ഫ്ലവറാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 3 സെറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് പെറ്റൽസിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് 3 കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ 2 ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് കുറച്ച് വലുതായതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടുന്ന ഏത് പശയും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് 3 കൂടി ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, ഇളകി പോകാതിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതെല്ലാം ആദ്യത്തെ 2 നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അടുത്തത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു, നമുക്കതൊന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ അത് കറക്റ്റ്
സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാനതങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് സെൻറ്ററിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോൺസ് വെക്കാം. ഈ ഓരോ പെറ്റൽസിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് പോളൻ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിയിൽ ഞാനൊരു ക്യാൻവാസിൻ്റെ ഷീറ്റും കൂടി ഒട്ടിച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ ബോയിലോട്ടോ ഒക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ക്യാൻവാസിൻ്റെ ഷീറ്റ് യൂസ് ചെയ്യണം കേട്ടോ. അതും കൂടി ഒട്ടിക്കുമ്പോഴാണ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെയർ ബോയിലോട്ടും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഗ്ലൂഗൺ വെച്ച് തന്നെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ക്യാൻവാസിൻ്റെ ഷീറ്റിൽ ഒട്ടിച്ചിട്ട് അതുകൊണ്ട് ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അടിഭാഗത്തും ഉറപ്പായിട്ടും ക്യാൻവാസിൻ്റെ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്ത് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ബോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിലേത് കളർ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു ബോയ്ക്ക് കൂടുതൽ ഭംഗി വരിക എന്നും കൂടിയൊക്കെ പറയുക കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ പ്ലാസ്റ്റിക് ബോയിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണിത്. ഇതിൻ്റെ വീഡിയോയും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി പോയിട്ട് ചാനൽ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവർ അതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.